ഇന്നത്തെ നമ്മുടെ റെസിപ്പി എഗ് ബ്രോസ്റ്റ് ആണ്. തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായി തന്നെ 3 കോഴിമുട്ട പൊട്ടിച്ച് അതിലേക്ക് ഉപ്പും കുരുമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ശേഷം ഒരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒരു പാത്രത്തിലോട്ട് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക്, ജിഞ്ചർ പൗഡർ, ഗാർലിക് പേസ്റ്റും ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ നിന്ന് അല്പം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം. ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മാറ്റി വെച്ചിരിക്കുന്ന ഓംലെറ്റ് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഇനി ഒരു ഓംലെറ്റ് എടുത്തിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. മാറ്റി വെച്ചിരിക്കുന്ന പൊടിയിലോട്ടിട്ട് 2 വശത്തും പൊടി പിടിക്കുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ഇനി ബ്രെഡിൻ്റെ പൗഡറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ശേഷം തിളച്ച് വരുന്ന ഓയിലിലോട്ട് നമുക്ക് ഓരോ പീസായിട്ട് ഒന്നിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ബ്രെഡിൻ്റെ പൗഡർ ഉള്ളത് കാരണം കരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലായതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എഗ് ബ്രോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഗാർലിക്കിൻ്റെയും ജിഞ്ചറിൻ്റെയും ഒക്കെ പേസ്റ്റ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കന് പകരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ബ്രോസ്റ്റാണ് എഗ് ബ്രോസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈവനിങ് സ്നാക്കിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് നമ്മുടെ എഗ് ബ്രോസ്റ്റ്. റെസിപ്പി ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്